അപ്പോൾ എയർ ഫ്രയറിൽ പപ്പടം എങ്ങനെ ഉണ്ടാക്കുന്നത് എൻ്റെ അടുത്ത സുഹൃത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ അതും കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. ഇത് വലിയ പപ്പടമാണ്, ഇത് ഗാർലിക് പപ്പടമാണ്, 7 ഇഞ്ചസ് പപ്പടമാണ്. അപ്പം ഇത് എക്സ്പോർട്ടിനൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ഗ്രില്ലിന് അടിയിൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മേളിൽ ഗ്രില്ല് വെക്കാം. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ പറക്കും. അത് ഞാൻ കാണിക്കാം എന്താണ് അതിൻ്റെ സിസ്റ്റം. ഒന്ന് മുകളിലും വെക്കാം. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ വ്യത്യാസം അറിയാമല്ലോ എങ്ങനെയാണത് എയർ ഫ്രൈ ചെയ്ത് വരുന്നതെന്ന്. അപ്പോൾ 185 ആണ് നമ്മൾ ഡിഗ്രി സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ടോട്ടൽ 3 മിനിറ്റ് മതി, അല്ലെ 2 മിനിറ്റ്. 1 മിനിറ്റ് നമുക്കത് പ്രീ ഹീറ്റ് ചെയ്യണം. അതുകൊണ്ട് 1 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തു. കണ്ടോ, ഇത് മുകളിലെ പപ്പടം കിടന്ന് കറങ്ങുന്നതുണ്ടോ? അങ്ങനെ കറങ്ങുമ്പോൾ അത് മടങ്ങും, മേളിൽ പോയി ഒട്ടിപ്പിടിക്കും. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ താഴത്തെ പപ്പടവും മുകളിലത്തെ പപ്പടത്തിൻ്റെ വ്യത്യാസം ഞാൻ കാണിക്കാം. ഗ്രില്ലിൻ്റെ താഴെ വെക്കുന്നത്. പിന്നെ 2 മിനിറ്റ് സെറ്റ് ചെയ്ത് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് ക്രിസ്പിയാണെന്ന് നോക്കുക. എണ്ണ ഒട്ടും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ ഗ്രില്ലിനടി വെച്ച് നല്ല വട്ടത്തിൽ കിട്ടിയണ്ട. എന്ത് ക്രിസ്പിയാണെന്ന് നോക്ക്. ഇത് ടേസ്റ്റിയാണ്. എണ്ണ ഇല്ലെന്നുള്ള തോന്നലേ കാണത്തില്ല, അത്ര ടേസ്റ്റിയാണ്. സെയിമാണ്. അപ്പോൾ ഇന്ന് തൈര് സാദമാണ്, അതിൻ്റെ കൂടെ പപ്പടവും. ഇത് ഗാർലിക് പപ്പടമാണ്, നല്ല ടേസ്റ്റി ആയിരിക്കും. ആഹാ.